ഇന്ത്യയുടെ സെൻസെക്സ് എന്നുള്ള ഇൻഡെക്സ് ലോഞ്ച് ചെയ്തത് 1986 ജനുവരി 1-ാം തീയതിയാണ്. അതിനുശേഷം നമുക്കറിയാം 2026 ജനുവരി 1-ാം തീയതി ആകുമ്പോൾ 40 വർഷം ആവുകയാണ്. അതായത് നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ 40 വർഷവും പല ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയും, പ്രത്യേകിച്ചും നമുക്കറിയാം ഹർഷത് മേത്തയുടെ ആ സ്കാമിന് ശേഷം കുറേയധികം കറക്ഷൻസ് നമ്മൾ നടത്തി. സെബി പോലെയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റെഗുലേറ്ററായിട്ട് വെച്ചു. അതുപോലെ കുറേയധികം കാര്യങ്ങൾ ചെയ്തു. നമ്മളെല്ലാ സ്റ്റോക്കുകളെയും ഡിമാറ്റ് ഫോമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ എല്ലാം ഹോൾഡ് ചെയ്യുന്നത് ഡിമാറ്റ് ഫോമിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തു. അതിനുശേഷം നമുക്കറിയാം ഇന്ന് മാർക്കറ്റ് വളരെ സ്ട്രക്ചേർഡാണ്. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ ട്രേഡ് +2 എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു സ്റ്റോക്ക് വിറ്റാൽ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് പൈസ ലഭിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ മാർക്കറ്റ് വളരെയധികം 40 വർഷം കൊണ്ട് കുറേയധികം അഡ്വാൻസ്ഡ് ആയി, കുറേയധികം ഫെസിലിറ്റീസ് വന്നു. പക്ഷേ നമുക്ക് അതിന് ഇത്രയും അഡ്വാൻറ്റേജസ് വന്നു കഴിയുമ്പോൾ, ഞാൻ കഴിഞ്ഞ ഈ 40 വർഷവും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ ഇവല്യൂഷൻ കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പുതിയ ജനറേഷന് പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് കൂടെ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിൽക്കാൻ സാധിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരൊരു പക്ഷേ 5% അല്ലെങ്കിൽ 10% ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് ആകുമ്പോഴേക്കും വിൽക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതുമൂലം അവരുടെ വെൽത്ത് ക്രിയേഷൻ പ്രോസസ്സ് ഒരു പക്ഷേ നടക്കില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എങ്ങനെയാണ് കഴിഞ്ഞൊരു 40 വർഷവും നമ്മൾ ഇങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ അടുത്തൊരു 40 വർഷവും നമ്മൾ എങ്ങനെയാണ് വെൽത്ത് ബിൽഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും, എവിടെയാണ് അടുത്തൊരു 40 വർഷത്തേക്ക് സെൻസെക്സ് മൂവ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ എൻ്റെ ഈ വീക്കിലെ വീഡിയോയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വീക്കിലി വീഡിയോ തീർച്ചയായിട്ടും കാണുക.